വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയം മാറുമ്പോൾ ഏറ്റെടുക്കും. അതാണ് സ്വാഭാവികമായി വിദ്യാർത്ഥി രംഗത്ത് നടക്കുക. പക്ഷേ ഈ ഘട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചും ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ നിറയുന്ന സന്ദർഭമാണ്. ആ ആശയങ്ങൾക്ക് എങ്ങനെ പ്രകടമായ രൂപം കൊടുക്കാനാകും, അത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിശ്ചയമുണ്ടാവില്ല. അതിന് അവസരമൊരുക്കലാണ് ഇത്തരമൊരു സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു വിദ്യാർത്ഥിക്ക് തോന്നുന്ന ആശയം അതേപോലെ നടപ്പാക്കുന്നതിന് സൗകര്യം ലഭിച്ചു എന്ന് വരില്ല. നിങ്ങൾ ഏതാനും വിദ്യാർത്ഥികൾ കൂട്ടമായി ഒരാശയത്തിന് രൂപം നൽകിയാൽ അതും പ്രാവർത്തികമാക്കുന്നതിന് ചിലപ്പോൾ പ്രായോഗിക വിഷമതകളുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ആശയം ഒരു മറച്ചുവെക്കലുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏത് തരത്തിലുള്ള ആശയമാണോ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മനസ്സിൽ കരുതി നടക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഇത് മാറുന്നത്. അങ്ങനെ വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികൾ ഇവിടെയുണ്ട്. ഇപ്പോൾ നിലവിലുള്ളതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിച്ചു പോകുന്നതിന് അവർ വിചാരിച്ചാൽ തന്നെ സാധിക്കും. ഭാവിയിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് നടപ്പാക്കേണ്ടവയാകാം. അത്തരം കാര്യങ്ങൾ പ്രായോഗികമാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങളുടെ മനസ്സിലുള്ള ആശയം എന്താണോ അത് നിങ്ങൾ അവതരിപ്പിക്കുക. പ്രായോഗികത അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നവർ നിശ്ചയിക്കട്ടെ. ആ വരുന്ന നിർദ്ദേശങ്ങളിൽ മിക്കതും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിന് വലിയ തോതിൽ വഴിവെക്കും എന്ന് തന്നെയാണ് നാം കാണേണ്ടത്. അപ്പോൾ ആമുഖമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും ജീവസ്സുറ്റ വിഭാഗമാണ്. ആ നിങ്ങളുടെ അഭിപ്രായം ഒരു കലവറയുമില്ലാതെ ഇവിടെ പ്രകടിപ്പിക്കുക. അത് ഗൗരവമായി പരിഗണിക്കപ്പെടും എന്നാണ് ആദ്യമേ തന്നെ പ്രസ്താവിക്കാനുള്ളത്. ഇവിടെ 10 വ്യത്യസ്ത മേഖലകളിലെ പ്രതിനിധികളുമായി സംവദിക്കാനാണ് ഈ പരിപാടിയിലൂടെ കഴിയുന്നത്. അതിൻ്റെ ആദ്യ സെഷനാണിത്. വ്യത്യസ്ത മേഖലകളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളാണ്. കേരളത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കാൻ പുതുതലമുറക്കാണ് ഏറ്റവും പ്രധാന പങ്കുവഹിക്കാൻ കഴിയുക. ആ തലമുറയുമായുള്ള സംവദിക്കൽ
ആദ്യമേ തന്നെ നടക്കട്ടെ എന്നതുകൊണ്ടാണ് ഈ പരിപാടിയുടെ ആദ്യ ദിനം എന്ന നിലക്ക് നിങ്ങളുമായുള്ള മുഖാമുഖം ഈ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഒരുപോലെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു നവകേരളം കെട്ടിപ്പടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയായി പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹം എല്ലാ അർത്ഥത്തിലും ഒരു നൂതനത്വ സമൂഹമായി മാറേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു കാഴ്ചപ്പാടോടെ നമ്മുടെ ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി സമൂഹവുമായി സംവദിക്കാനുമാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ അതിവിപുലമായ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലുള്ളതായിരിക്കും. നേരത്തെ ചീഫ് സെക്രട്ടറിയോട് പറയുകയുണ്ടായി, നവകേരള സദസ്സ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ തോതിലാണ് അത് സംഘടിപ്പിക്കാനായത്. അവിടെ നിന്നും ലഭിച്ച ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് കുറച്ചുകൂടി സൂക്ഷ്മതലത്തിലുള്ള ആശയവിനിമയം നടത്തലാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും കേരളം മാറുന്നതിന് പ്രാഥമികമായി ശ്രദ്ധ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ മേഖലക്കാണ്. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക്. പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നവരാണ് നിങ്ങളിൽ പലരും. അതിൻ്റെ തുടർച്ച ആ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് നേടാൻ കഴിഞ്ഞ നേട്ടങ്ങളുടെ തുടർച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാവണം എന്നാണ് സർക്കാർ കാണുന്നത്. അതിനായി നേരത്തെ തന്നെ ചില പരിപാടികൾക്ക് തുടക്കമിട്ടിരുന്നു. ഇപ്പോഴത് സമഗ്രമായി അതിവിപുലമായി തന്നെ നടപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവരിക എന്നതുകൂടിയാണ് സർക്കാർ കാണുന്നത്. നമ്മുടെ കഴിഞ്ഞ പരിപാടിയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു. ഫലപ്രദമായ ഒട്ടേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അവയിൽ ഉയർന്നു വന്നിരുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നാം കാണേണ്ടത് ഉപരിപ്ലവമായ കേവല പരിഷ്കരണമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസൃതമായി ഉടച്ചു വാർക്കുക,
ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. അതിന് ഇപ്പോൾ ചെയ്തത്, ഈ സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം ചെയ്തത്, അധികാരമേറ്റ ഉടൻ തന്നെ നമ്മുടെ രാജ്യത്തെ തന്നെ പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണർ ഉൾപ്പെട്ട 3 കമ്മീഷനുകളെ നിയോഗിക്കുകയുണ്ടായി. സർക്കാർ തലത്തിലും സർവകലാശാലാ തലത്തിലും സമഗ്രമായ ചർച്ചകളും സംവാദങ്ങളും ആ കമ്മീഷൻ നടത്തി. 9 മാസത്തിനകം ആ 3 കമ്മീഷനുകളും അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. അവ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രാപ്യത, തുല്യത, ഈ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകും വിധമുള്ള നേട്ടങ്ങളാണ് കഴിഞ്ഞ ചില വർഷങ്ങളിൽ കേരളം കൈവരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമ്മുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയിൽ GER ഏകദേശം 10% മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. പെൺകുട്ടികളുടെ GER 50%. ഈ നേട്ടം ഗുണമേന്മയുടെ അല്ലെങ്കിൽ മികവിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര കൈവരിക്കാനായിട്ടില്ല. അതുറപ്പുവരുത്താനുള്ള പരിശ്രമങ്ങൾക്കും തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാം കാണേണ്ടത് NIRF റാങ്കിംഗ് അനുസരിച്ച് രാജ്യത്തെ മികച്ച 200 കോളേജുകളിൽ 42 കോളേജുകൾ കേരളത്തിലാണ്. അതായത് 21%. ഇതിനൊരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, അവയെല്ലാം സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ളവയാണ് എന്നതാണ്. നാക്കിൻ്റെ ഗ്രേഡിങ്ങിൽ A++ ലഭിച്ച രാജ്യത്തെ 147 സ്ഥാപനങ്ങളിൽ 21 കേരളത്തിലാണ്. കേരളത്തിലെ 359 കോളേജുകൾക്കും 8 സർവകലാശാലകൾക്കും നാക്കിൻ്റെ അംഗീകാരമുണ്ട്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിന് ഈ നേട്ടങ്ങൾ മാത്രം മതിയോ? പോരാ എന്നതാണ് സർക്കാരിൻ്റെ അഭിപ്രായം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മികവ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, രാജ്യത്തിന് പുറത്തുള്ളവർ തിരിച്ചറിയുന്ന നില വരണം. അതിന് സഹായകരമായ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇക്കോസിസ്റ്റം നമ്മുടെ കേരളത്തിൽ സജ്ജമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഉള്ളതുകൊണ്ട് നാം തൃപ്തരാകുന്നില്ല. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിനെ കൂടുതൽ വികസിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ മികവിലേക്ക് നാം ഉയരേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളെ വിജ്ഞാന സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിന്നും വേറിട്ട് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കേരളത്തെ ഒരു ജനപക്ഷ നവവൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നത്. അതിനായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായങ്ങളും പൊതുസമൂഹവും ഇതെല്ലാം തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്.
ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ട്രാൻസ്നാഷണൽ റിസർച്ച് ലാബുകളെ പറ്റി പറഞ്ഞിരുന്നു. അത് ഈ ദിശയിലുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു. അക്കാദമിക് രംഗത്തുണ്ടാകുന്ന നേട്ടങ്ങളും കണ്ടെത്തലുകളും സമൂഹത്തിന് ഉപകാരപ്രദമാകും വിധം പരിവർത്തനപ്പെടുത്താനുള്ള അവസരമാണ് ഇതുവഴി തുറക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി സർവകലാശാലകളിൽ തന്നെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആ പദ്ധതിക്കും തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ ശേഷിയുള്ള നൂതന ആശയങ്ങളും അഭിരുചിയും നൈപുണിയുമുള്ള മിടുക്കരായ വിദ്യാർത്ഥി സമൂഹമാണ് നമുക്കുള്ളത്. അതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്തെ LBS വിമൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ, അധ്യാപകർ കൂടി ഒരുക്കിയ സാറ്റലൈറ്റ്, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സാനിറ്റൈസർ കുഞ്ഞപ്പൻ 2 എന്ന റോബോട്ട്, പാലക്കാട് NSS കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ തേങ്ങ ചിരകാനുള്ള ഉപകരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയും. ഇത്തരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ചെറുതും വലുതുമായ നിരവധി കണ്ടെത്തലുകൾ കേരളത്തിൻ്റെ കലാലയങ്ങളിലുണ്ടാകുന്നുണ്ട്. കണ്ടെത്തലുകളെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഇൻക്യുബേഷൻ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്.